നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണ കൂടുതൽ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയിലെ പല ക്ലബ്ബുകളും സീസണിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. ക്ലബ്ബുകൾ യൂറോപ്പിലും മറ്റുമൊക്കെ ആയിട്ട് അവരുടെ പ്രീ സീസൺ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അൽ ഇത്തിഹാദ് കുറേ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പുതിയ കോച്ചാണ് അവരുടെ തലപ്പത്ത് നിൽക്കുന്നത്. അൽ ഖാദിസിയെ പോലെയുള്ള പുതിയ ടീമുകൾ കരുത്തുറ്റ ടീമുകളായിട്ട് മാറി വരുന്നുമുണ്ട്. അതേസമയം അൽ ഹിലാൽ മുമ്പെന്നത്തേതും പോലെ ഇപ്പോഴും ശക്തമാണ്. നെയ്മർ ജൂനിയർ മടങ്ങിയെത്തുന്ന സീസൺ കൂടിയാണ്. അവരുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിക്കുമെന്ന കാര്യം ശരിയാണ്. അതുപോലെ തന്നെ അൽ നസർ ഇപ്പോൾ ബ്രസീലിയൻ ഗോൾ കീപ്പർ ബെൻഡോയെ എത്തിച്ചുകൊണ്ട് ഗോൾ കീപ്പിംഗ് ഏരിയ ശക്തമാക്കുന്നുണ്ട്. ഡിഫൻസിൽ നിന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. അവരും ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇത്തവണത്തെ സൗദി പ്രോ ലീഗിൽ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്? സ്കോർ 90 ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും അധികം കിരീട സാധ്യതയുള്ള 5 ടീമുകൾ, അതിൽ 5ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് അൽ തവൂണിനെയാണ്. അൽ തവൂണിന് വിന്നിംഗ് പ്രോബിലിറ്റി കൊടുക്കുന്നത് 3%. അതേസമയം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടും അൽ ഇത്തിഹാദിന് 10 മുകളിലുള്ള സാധ്യത കൽപ്പിക്കുന്നില്ല. കരീം ബെൻസീമക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്തവണ അൽ ഇത്തിഹാദ് നടത്തിയിട്ടുള്ളത്. മൂസ ഡിയാബിയെ പോലുള്ള ഒരു താരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. മുന്നേറ്റ നിരയിലെ ബെൻസിമ ദിയാബി സഖ്യം പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. എന്തായാലും സ്കോർ 90 അവർക്ക് കൊടുക്കുന്ന കിരീട സാധ്യത 7% മാത്രമാണ്. അൽ അഹ്ലിക്ക് 10% കിരീട സാധ്യത കൊടുക്കുമ്പോൾ അൽ നസറിന് കൊടുക്കുന്നത് 21% കിരീട സാധ്യതയാണ്. അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ട്രാൻസ്ഫറുകൾ ഇപ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബെൻഡോയെ ഒഴികെ അങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റുള്ള ട്രാൻസ്ഫർ അവർ നടത്തിയിട്ടില്ല. ഇനി മറ്റാരെങ്കിലും എത്തുമോ എന്നുള്ളതും കണ്ടിരണമെങ്കിൽ പോലും അവിടെ നിലവിൽ തന്നെ മികച്ച താരങ്ങളുണ്ട്. ക്രിസ്ത്യാനോയും സാദിയോ മാനയും ബ്രസോവിച്ചും ഒറ്റാവിയോയും ഒക്കെ ചേരുമ്പോൾ മികച്ചൊരു നിര അവർക്കുണ്ട്. 21% അവരുടെ വിന്നിംഗ് പ്രോബിലിറ്റി കാണുന്നത്. എന്നാൽ 1ാം സ്ഥാനത്ത് അൽ ഹിലാലാണ്. പതിവ് പോലെ അൽ ഹിലാൽ കരുത്തരാണ്. നെയ്മർ മടങ്ങിയെത്തുന്നു എന്നതും ശ്രദ്ധിക്കുക. എന്നാൽ മൈക്കൽ ഡെൽഗാഡോ ക്ലബ്ബ് വിട്ടു പോകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബിലേക്ക് ചേക്കേറുമെങ്കിൽ പോലും മികച്ച ടീം തന്നെയാണ് അൽ ഹിലാൽ ഉള്ളത്. അപ്പോൾ അൽ ഹിലാലിന് 53% വിന്നിംഗ് പ്രോബിലിറ്റി കണക്കാക്കുന്നത്. എന്തായാലും കളി ആരംഭിക്കാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. പ്രോ ലീഗിന് മുമ്പ് സൂപ്പർ കപ്പ് മത്സരങ്ങളുണ്ട്. അൽ നസറിന്റെ മത്സരം അൽ തവൂണിനെതിരെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.